പ്രൈസ് ദി ലോർഡ്. വിശ്വാസഗോളത്തിൽ ആമയുടെയും മുയലിൻ്റെയും ഓട്ടമത്സരം. ബാല്യകാല വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പാഠ്യപദ്ധതിയിലെ ഏടുകളിൽ മനസ്സിൽ മാറാതെ പിടിച്ചു കിടന്ന ഒരു ഗുണപാഠകഥ. ഒരു ചെറുകഥയാണെങ്കിലും കാലത്തിന് അനുയോജ്യമായ സന്മാർഗപാഠം ഉൾക്കൊള്ളുന്ന ഒരു കാതൽ അഥവാ മർമ്മം അതിലുണ്ട്. വിശ്വാസഗോളത്തെ വളരെയധികം ശ്രമപ്പെട്ട് ഒറ്റയ്ക്ക് ഉരുട്ടിക്കൊണ്ടുപോകുന്ന നാം ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ മനോഭാവത്തിന് മാറ്റം വരുത്താൻ ആയാസരഹിതമായ വിശ്വാസ പ്രവൃത്തിയുടെ നവോത്ഥാനത്തിന് ഒരുപക്ഷെ ഈ കഥ അല്പമെങ്കിലും സഹായകമായാലോ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. 1 കൊരിന്ത്യർ 9:24 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ വാക്കുകൾ ധ്യാനചിന്തയ്ക്ക് ആധാരമായി എടുക്കാം. ലോകത്തിലെ ഓട്ടക്കാർ നശ്വരമായ കിരീടത്തിന് വേണ്ടി ഓടുന്നു. നാമോ വാടാത്തതും നിത്യവുമായ കിരീടത്തിനായി ഓടുന്നു. മുകളിൽ പ്രതിപാദിച്ച ആമയും മുയലും അവരുടെ ഓട്ടവും നോക്കിയാൽ ലക്ഷ്യം നോക്കി സ്ഥിരതയോട് ജന്മനായുള്ള പുറത്തെ ഭാരമേറിയ ചുമടുമായി ഇഴഞ്ഞോടുന്ന ആമ, അമിത വിശ്വാസത്തിൽ താൻ വെല്ലുവിളിച്ച് തന്നോടൊപ്പം ഓടാൻ വന്ന വ്യക്തിയുടെ സ്വാഭാവിക ബലഹീനത മനസ്സിലാക്കി തൻ്റെ വിരലുകളുടെ എണ്ണത്തിലുള്ള കുതിപ്പിൽ ജയം സാധ്യമാക്കാൻ കഴിയും എന്നുള്ള അഹംഭാവം പൂണ്ട് ലക്ഷ്യസ്ഥാനം അലക്ഷ്യമായി കണ്ട് സ്ഥിരതയില്ലാതെ ഉറങ്ങി വിശ്രമിച്ചോടുന്ന മുയലും. ഓട്ടക്കളത്തിൽ മത്സരിക്കുവാൻ തന്നെ വിളിച്ചവന്റെ വാക്കിനെ നിരസിക്കാതെ സ്വാഭാവികമായി അവനോടൊപ്പം ഓടി ജയിക്കുവാൻ തനിക്ക് കഴിവില്ലെന്നറിഞ്ഞിട്ടും ആരോഗ്യകരമായ ഒരു മത്സരത്തിന് ആമ തയ്യാറായതിൻ്റെ കാരണം മനസ്സിൻ്റെ നന്മയാണ്, ഒരു സംശയവുമില്ല. തൻ്റെ പരാജയത്തിലൂടെ അഥവാ കഴിവില്ലായ്മയുടെ തോളത്ത് ചവിട്ടി ഒരാൾക്ക് ജയത്തിൻ്റെ ചൂടുകൾ ചവിട്ടിക്കയറാൻ അഥവാ ലോകത്തിൻ്റെ മുമ്പിൽ മാനിക്കപ്പെടുമെങ്കിൽ അയാളുടെ സന്തോഷത്തിനും ജയത്തിനും താൻ മുഖാന്തരമായതിലുള്ള ചാരിതാർത്ഥ്യം തനിക്ക് ലഭിക്കുമല്ലോ. മുന്നോട്ടുള്ള ആ വ്യക്തിയുടെയും തൻ്റെയും ജീവിതത്തിൽ വീര്യം പകരാൻ, ആത്മീയ ഊർജം പകരാൻ ഇടയാവുകയും ചെയ്യും. അങ്ങനെ കാട്ടിൽ ആമയുടെയും മുയലിൻ്റെയും ഓട്ടപ്പന്തയം നടന്നു. എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി പന്തയത്തിൽ അഹംഭാവിയായ മുയലിനെ തോൽപ്പിച്ചു അത്യത്ഭുതപൂർവമായ വിജയം ആമ കരസ്ഥമാക്കി. മുമ്പന്മാർ ബിംബന്മാരും ബിംബന്മാർ മുമ്പന്മാരുമാകും. ഈ കഥയും കഥയിലെ ഗുണപാഠവും എല്ലാവർക്കും അറിയാം. എങ്കിലും മുയലിന്റെ പരാജയത്തിന് കാരണം എഴുതുന്നത് നീതിയുക്തമല്ലോ. മത്സരം ഓട്ടമാണ്. ആ ഓട്ടം ട്രാക്കിൽ സ്ഥിരമായി ഓടുക എന്നുള്ളതാണ്. ഓട്ടത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള മുയലിന്റെ ഫോക്കസ് മാറിപ്പോയി. ട്രാക്കിന് വെളിയിലുള്ള കാണാൻ ഭംഗിയുള്ള കാഴ്ചകൾ അവനെ വല്ലാതെ ആകർഷിച്ചു. ട്രാക്ക് വിട്ട് പുറത്തു വന്നു. അത് കാണുക മാത്രമല്ല, പറിച്ചു തിന്ന് ഉറങ്ങി വിശ്രമിക്കുകയും ചെയ്തു. തന്നെ ജയിക്കാൻ ഇഴഞ്ഞു വരുന്ന പ്രതിയോഗിയുടെ സമയദൈർഘ്യത്തെക്കുറിച്ചുള്ള കണക്കൂട്ടൽ എവിടെയോ പിഴച്ചു. അഥവാ അവബോധമില്ലായ്മ കാര്യങ്ങളെ കുഴപ്പത്തിലാക്കി കളഞ്ഞു. മുയലിന്റെ ഇഷ്ടഭോജനമാണല്ലോ ക്യാരറ്റും മുള്ളങ്കിയും. അത് മൂക്കുമുട്ടെ തിന്നുകഴിഞ്ഞു ക്ഷീണം വന്നു. പ്രതിയോഗിയെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിലും തൻ്റെ ഉറക്കത്തിൻ്റെ നാഴികയെ പോലും ആ മണ്ടൻ ആമച്ചാർക്ക് ഇഴഞ്ഞു മറികടക്കാൻ കഴിയില്ലെന്നുള്ള അഹംഭാവമുള്ള അമിത വിശ്വാസം അവനെ ഉറക്കിക്കിടത്തി. ഈ സമയം കൊണ്ട് പാവം ആമ ഇഴഞ്ഞാണെങ്കിലും അത് അതിൻ്റെ പ്രവൃത്തി സ്ഥിരതയോടെ ലക്ഷ്യസ്ഥാനം ലാക്കാക്കി ഓടിയതിനാൽ അസാധ്യമായ ജയം കൈവരിക്കാൻ ഇടയായി. വിശ്വാസഗോളത്തിൽ ഈ കഥയുടെ പ്രാധാന്യം എന്തെന്നാൽ, അഥവാ തരുന്ന ആത്മീയ പാഠം എന്തെന്നാൽ, നമ്മൾ പൗലോസ് പറയുന്നത് പോലെ ഒരു ഓട്ടക്കളത്തിലാണ്. ഓട്ടക്കളത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഓട്ടമുണ്ട്. അവരവരുടേതായ ഒരു ട്രാക്കുമുണ്ട്. നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഓടുന്നവർ മുമ്പോട്ട് നോക്കി ലക്ഷ്യസ്ഥാനം ലാക്കാക്കി ഓടണം. ട്രാക്ക് തെറ്റാൻ പാടില്ല. പുറകോട്ടും ഇരുവശത്തേക്കും കണ്ണോ കാതോ ഹൃദയമോ തിരിയരുത്. അത് കാലുകളുടെ സ്ഥിരതയോടുള്ള ഓട്ടത്തിന് വേഗത കുറയ്ക്കും, അഥവാ അസ്ഥിരത സൃഷ്ടിക്കും. ഗ്യാലറിയിൽ ടിക്കറ്റ് എടുത്ത് കയറിയവരിൽ നിന്നും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ദുഷിയുടെയും കൂക്കുവിളികൾ അന്തരീക്ഷത്തിൽ നമ്മെ നോക്കി ഉയരുന്നുണ്ടാകാം. അത് ശ്രദ്ധ വയ്ക്കാതെ നമ്മുടെ കണ്ണും കാതും കാലും മുന്നോട്ട് ലക്ഷ്യസ്ഥാനം ലാക്കാക്കി തന്നെ ആയിരിക്കണം. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഇതിനേക്കാൾ വലിയൊരു ട്രാക്കിൽ ഓടി ജയിച്ചൊരു വ്യക്തിയുണ്ട്. വർജിക്കപ്പെടേണ്ടത് പോലും വർജിക്കാൻ കഴിയാതെ അതും ചുമന്നുകൊണ്ട് ഒരു കാൽവരിയെ ലക്ഷ്യമാക്കി ഓടി. ഓട്ടത്തിൽ വീണു. ആ വർജന വസ്തുവിന്റെ ഭാരം അത്ര വലുതായിരുന്നു. അതിനേക്കാൾ ശരീരത്തിനേറ്റ പീഡകളുടെ വലിപ്പം അതികഠിനമായിരുന്നു. 3 പ്രാവശ്യം വീണു. ക്രൂശാകൃതിയിലുള്ള നമ്മളിൽ നിന്ന് എടുത്തു ചുമന്ന പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും വർജന വസ്തുക്കൾ ഇട്ട ഭാണ്ഡക്കെട്ട്. നാളത്തെ നമ്മുടെ ഓട്ടത്തിന് ആയാസം കുറയ്ക്കാൻ അവൻ ചുമന്നു. കാൽവരി ക്രൂശിൽ ചുമന്നിറക്കി പ്രതിയോഗിയെ തോൽപ്പിച്ചു. ആത്മീയ ജയോത്സവം കൊണ്ടാടിയ നായകനായ ക്രിസ്തു
വിശ്വാസത്തിന്റെ നായകനെ നമ്മൾ മാതൃകയാക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിനെ നോക്കി ഓടുവിൻ. മുമ്പിൽ വെച്ചിരിക്കുന്ന അപമാനത്തെ അലക്ഷ്യമാക്കി ഓട്ടക്കളത്തിൽ പലരും ഓടിയിട്ടുണ്ട്. ഓട്ടം പൂർത്തിയാക്കിയവർ കുറച്ചുപേർ മാത്രം. പഴയ നിയമത്തിലും പുതിയ നിയമ പുസ്തകത്തിലും ഓടിയവരൊക്കെയും പിന്മാറാതെ ഓട്ടം പൂർത്തിയാക്കിയവർ, ജയിച്ചവർ തന്നെ, സംശയമില്ല. എബ്രായ ലേഖനത്തിൽ ജയിച്ച സാക്ഷിയുടെ വലിയൊരു സമൂഹത്തെ നമുക്ക് ദൃഷ്ടാന്തമായി വരച്ചു കാണിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഓടിയതിനനുസരിച്ചുള്ള പ്രതിഫലമുണ്ട്. അന്ത്യന്യായവിധിയുടെ സമയത്ത് ഓട്ടം സ്ഥിരതയോടെ ആരൊക്കെ ഓടിയാലും പ്രതിഫലമുണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല. ലോകത്തിലെ ഓട്ടം പോലെ ഒന്നാമനും രണ്ടാമനും മൂന്നാമനും ഒന്നുമില്ല. പ്രതിഫലം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അതിന് വ്യത്യാസമുണ്ടെന്ന് മാത്രം. നമ്മൾക്ക് തന്നിരിക്കുന്ന ഓട്ടം എങ്ങനെ ഓടിയെന്നതിനെ ആശ്രയിച്ചിരിക്കും പ്രതിഫലം നിർണയിക്കുന്നത്. ഓട്ടത്തിൽ ക്ഷീണിക്കാതെ പിന്മാറിപ്പോകാതെ ആമയെപ്പോലെ ഇഴഞ്ഞാണെങ്കിലും സ്ഥിരതയോടെ ട്രാക്ക് തെറ്റാതെ ലക്ഷ്യസ്ഥാനം കൺമുമ്പിൽ കണ്ട് വിശ്വാസത്തോടെ കാണുന്നത് പോലെ ഓടുവിനും. അത് പ്രാപിക്കും നിശ്ചയം. ആ സ്ഥിരത നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുകയില്ല. ഓട്ടം പൂർത്തിയാക്കി ജയകിരീടം പ്രാപിക്കാം. നമുക്ക് തീരുമാനിക്കാം, ഇഴഞ്ഞ് ലക്ഷ്യം തെറ്റാതെ സ്ഥിരതയോടെ ഓടുന്ന ആമവിശ്വാസിയാകണോ, ഓട്ടത്തിലുള്ള കഴിവും ലക്ഷ്യവും ഒക്കെ അറിഞ്ഞിട്ടും ലഭിച്ച സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാതെ അതിനെ അലസതയോടെ അലക്ഷ്യമാക്കി അസ്ഥിരവാനായ മുയൽ വിശ്വാസിയാകണോ? കൃപയും കൃപാവരങ്ങളും ഭാഗം ഭാഗമായി പങ്കിട്ട് നൽകിയിരിക്കുന്നു. ലഭിച്ചതിനനുസരിച്ചുള്ള ശുശ്രൂഷ എല്ലാവരിലും ഉണ്ട്. ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുള്ളതുപോലെ അതിൻ്റെ ഒരുക്കത്തിലും അഥവാ പണിയപ്പെടലിനും വ്യത്യാസമുണ്ട്. ചിലർക്ക് ഓട്ടക്കളത്തിൽ 100 മീറ്റർ ഓടിയാൽ മതിയാകും. ചിലർക്കത് 400 മീറ്റർ ആയിരിക്കും. മറ്റു ചിലർക്ക് ദീർഘദൂരമുള്ള മാരത്തൺ ഓട്ടമായിരിക്കും. ധരിക്കുന്ന വസ്ത്രത്തിന് വലിയ മാറ്റങ്ങൾ ഒന്നുമില്ലെങ്കിലും ഓട്ടത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ക്ഷീണിച്ചു പോകാൻ സാധ്യത ഏറെയാണ്. ഓട്ടം വിശ്വാസ ജീവിതത്തിൽ ആകുമ്പോൾ ക്ഷീണിച്ചു പോകാൻ പാടില്ലല്ലോ. അത് പിന്നെ അസ്ഥിരതയ്ക്കും മന്ദത ബാധിച്ച് തണുത്തു പോകാനും കാരണമാകും. സ്ഥിരതയോടെ ഓടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.